ഹാപ്പി ആനിവേഴ്സറി. കഴിഞ്ഞ തവണ ഇങ്ങോട്ടൊരു സർപ്രൈസ് തന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ അങ്ങോട്ടൊരു സർപ്രൈസ് കൊടുക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഈ സർപ്രൈസ് എല്ലാം കുറച്ച് ദിവസം മുന്നേ കൊടുത്തതാണ്. അതൊന്നുമല്ല, ഈ സാധനം ഞാൻ വാങ്ങി ഈ അലമാരയ്ക്കുള്ളിൽ പൂട്ടി വെച്ചിട്ട് 2 ദിവസമായി. സാധാരണ പൂട്ടാത്ത ഒരു അലമാര 2 ദിവസമായി പൂട്ടിക്കിടന്നിട്ടും എന്താണ് പൂട്ടിയതെന്നോ താക്കോൽ എവിടെയാണെന്നോ ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടായില്ല എന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഇനി എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താലും കിട്ടാത്ത ഒരു സന്തോഷമില്ലേ, ആ സന്തോഷം ഈ മുഖത്ത് ഇപ്പോൾ കിട്ടും എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എന്ത് വാങ്ങിക്കൊടുത്താലും കിട്ടാത്ത സന്തോഷം ഈ സാധനം കാണുമ്പോൾ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വാങ്ങിയത്. ആ തെളിച്ച മുഖത്തുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, മെയിൻ ഗിഫ്റ്റ് ഒരു ഹാമ്പർ ആയിരുന്നു. ഇൻസ്റ്റഗ്രാമിലെ ഒരു പേജിൽ നിന്നും ചെയ്യിപ്പിച്ചതാണ്. അതിലൊരു ഗിഫ്റ്റ് ഐറ്റവും പിന്നെ കുറച്ച് ചോക്ലേറ്റും പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് ലെറ്ററും ഒരു ഫോട്ടോ ഫ്രെയിമും ഉണ്ടായിരുന്നു. ലെറ്ററൊന്നും വായിച്ചിട്ടേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതപ്പോഴേ മാറ്റി വെച്ചു. കാരണം മെയിനായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റം എന്താണെന്ന് അറിയാനുള്ള വ്യഗ്രതയായിരുന്നു. തീരെ വെറൈറ്റി ഇല്ലാത്ത ഒരു ഗിഫ്റ്റ് ഐറ്റം ആയിട്ടും അതെന്താണെന്ന് ഊഹിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു തുമ്മലിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അത് പോട്ടെ. അത് വലിച്ചു തുറന്ന് എന്താണെന്ന് നോക്കാനുള്ള വ്യഗ്രതയിൽ നോക്കിയിട്ടുണ്ട്. മുമ്പ് എപ്പോഴോ കാഷ്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോമാറ്റിക് വാച്ച് വേണമെന്ന്. അപ്പോൾ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം എത്ര ആലോചിച്ചിട്ടും വേറൊരു വെറൈറ്റി ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐഡിയ തോന്നിയില്ല. പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് ഈ വാച്ചിൻ്റെ ഐഡിയ. അങ്ങനത്തെ ആ വാച്ച് തുറന്നിട്ട് ഇനി കുറച്ച് നേരം വാച്ച് ഷോയാണ് കാണാൻ പോകുന്നത്. അതിനുശേഷം വേറൊരു ഷോ ഉണ്ട്, അതാണ് കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന ഷോ, അതാണ് കാർ ഷോ. അപ്പോൾ ശരി, ബൈ.